വലിയ ആഹ്ലാദത്തോടും ചാരിതാർത്ഥ്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് കക്കാടിൻ്റെ കവിതകളുടെ ഈ സമാഹാരം ശിവകുമാർ ഒരുക്കിയ ഈ സമാഹാരം ഞാനിവിടെ പ്രകാശിപ്പിച്ചു. ഞാൻ പറഞ്ഞ ഓരോ വാക്കും സാർത്ഥകമായി തന്നെ പറഞ്ഞതാണ്. അതിൽ ആദരവുണ്ട്, അതിൽ അളവറ്റ സ്നേഹമുണ്ട്, നിറഞ്ഞ ഒരു കാലത്തിൻ്റെ ഓർമ്മകളും ഉണ്ട്. കക്കാടിനെ ആദ്യമായി ഞാൻ കാണുന്നത്, ആദ്യമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. ഞാൻ 80-കാരനാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്താണ്. റേഡിയോയിലൊരു കവിത വായനയ്ക്ക് പോയതായിരുന്നു ഞാൻ. അവിടെ പ്രധാനമായും പോയത് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന എൻ്റെ പ്രിയ കവിതകളുടെ എഴുത്തുകാരനായ കക്കാടിനെ കാണാമല്ലോ എന്ന ആലോചന കൊണ്ടുകൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് കടപ്പുറത്ത് പോയി അനേക മണിക്കൂറുകൾ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ മധുരമായ ഓർമ്മയും എനിക്കിപ്പോഴുണ്ട്. ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഭാവനയുടെ ഒരു രാസപ്രവർത്തനം കക്കാടിൻ്റെ കവിതയിലും കക്കാടിൻ്റെ കവിതയോടുള്ള സമീപനത്തിലും അതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ച ഭാവനയിലും നാം കാണുന്നുണ്ട്. ആ തരത്തിൽ ഭാവനയുടെ ഒരു നവീകരണമെന്നോ സമകാലീനവൽക്കരണമെന്നോ അത് സംയുക്തം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറയാവുന്ന ഒരു കാലത്ത് ഉണ്ടാകുന്നുണ്ട്. പേരിന് ചുവടെ എൻ്റെ പേര് കൂടി കാണുമ്പോൾ എനിക്ക് അതിനുള്ള യോഗ്യതയെക്കുറിച്ച് ഞാൻ ശങ്കാലുവാണ്. അതിനൊരു പരിഭ്രമം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. എന്നിരുന്നാലും ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ കുറവല്ലാത്ത ആഹ്ലാദവുമുണ്ട്. സന്തോഷത്തിൻ്റെതും അഭിമാനത്തിൻ്റെതുമായ ഈ മുഹൂർത്തത്തിന് മാതൃഭൂമി ബുക്സിനോട് കക്കാട് കുടുംബത്തിൻ്റെ നന്ദി ഇവിടെ അറിയിക്കട്ടെ. തങ്ങളിൽ കാണുമോ എറിഞ്ഞുടയ്ക്കുന്നവ തങ്ങളിൽ കൊടികളും ഇടുക്കാടും കടൽ തീരഭൂവിൽ ഊണായ ആകാശവാണിക്ക് അതിനുള്ള തണലത്തൂണുമായി ഞങ്ങളും ചേർന്ന് ഓണം കൊള്ളുന്നു. ഓണത്തിനൊഴികെ അതെങ്ങൾക്കൊരേകാശിയല്ലോ. നല്ലൊരു കാലു വാങ്ങി നല്ലൊരു കാലോണ്ട് തെണ്ടി വന്നിട്ട് ആലിന്റെ ചോട്ടിയിലിരിക്കുമ്പോൾ ചക്കച്ചുള വീണു കാലൊടിഞ്ഞു. ഉണർച്ചതൻ പടകൂട്ടി വന്നിരികളിൽ നാളെതൻ കെളിയോ പരിചിതമെനി ആർക്കും രുചിക്കാ തന്റെ പണിയ കുടുംബ വിട്ട്